മഴയുടെ തീവ്രതയൊക്കെ കുറയുന്നു, അതിതീവ്ര മഴയുടെ നാളുകളൊക്കെ അവസാനിക്കുന്നു എന്ന സൂചനയാണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇപ്പോൾ 4 ജില്ലകളിൽ, അതായത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റെല്ലായിടത്തും യെല്ലോ അലേർട്ടാണ്. ആ റെഡ് അലേർട്ടിന്റെ സാഹചര്യമൊക്കെ മാറിയിരിക്കുകയാണ്. പക്ഷേ മഴക്കെടുതികൾ പലയിടത്തുമുണ്ട്. ബിനിൽ ലീല സാബുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, അങ്ങനെ അതിതീവ്ര മഴയുടെ നാളുകൾ സംസ്ഥാനത്ത് അവസാനിക്കുന്നു എന്ന സൂചനയാണോ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? സേതു, ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട് അതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് മാറിമറിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആശ്വാസമാണ്. കാരണം 4 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സേതു പറഞ്ഞതുപോലെ അത് എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ്, ഈ 4 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി ജില്ലകളിലെല്ലാം മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ്. നിലവിൽ എന്തായാലും മഴക്കെടുതി സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. ഇന്നലെ ഉണ്ടായ ശക്തമായ കാര്യം തിരുവനന്തപുരത്തടക്കം സംസ്ഥാനത്ത് പലയിടത്തും മരങ്ങൾ വീണ് വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. തിരുവനന്തപുരത്ത് മാത്രം 6 വീടുകളാണ് പൂർണ്ണമായും തകർന്നു പോയത്. റെയിൽവേ ക്രോസിലേക്ക്, റെയിൽവേ ലൈനിലേക്കൊക്കെ മരം വീഴിരുന്നു. റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പോൾ ഏകദേശം പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിൽ വൈദ്യുതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നില്ല. അതൊക്കെ പുനഃസ്ഥാപിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നെടുമങ്ങാട്, നെയ്യാറ്റിൻകര അടക്കമുള്ള പ്രദേശങ്ങളിലെ ചില ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി ലഭ്യമായത്. എന്തായാലും നിലവിൽ ഉള്ളത്, ഒരു ആശങ്കയുള്ളത് തീരദേശത്താണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നിന്ന് പോയ മത്സ്യബന്ധനത്തിൽ പോയ ആളുകൾ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചു വന്നിരുന്നില്ല. അവർ 5 പേരാണ് തിരിച്ച് എത്തിയിട്ടുള്ളത്. 4 പേർ ഇനിയും എത്താനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മത്സ്യബന്ധനത്തിന് സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും നാളെയുമാണ് ആ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം ജാഗ്രത തുടരുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മഴ പെയ്ത് അല്ലെങ്കിൽ ആ അവസ്ഥയിലാണ് പല മലയോര മേഖലകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മാറി താമസിക്കണമെങ്കിൽ അതിന് തുനിയണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. മാത്രമല്ല, ഈ പൊടിയുടെ അടക്കം അരികിൽ താമസിക്കുന്ന ആൾ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് മഴ അതിശക്തമായി തുടരുകയായിരുന്നു. ഇന്നിപ്പോൾ ശമനമുണ്ട്. എന്തായാലും 4 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കിയെല്ലാം ഓക്കെ, ബിനിൽ ലീല സാബു ആണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ട്. അങ്ങനെ കഴിഞ്ഞ 2-3 ദിവസമായിട്ടൊക്കെ നിലനിന്നിരുന്ന ആ അതിതീവ്ര മഴയുടെ സാഹചര്യം സംസ്ഥാനത്ത് നിന്ന് കുറച്ചൊന്ന് വിട്ടൊഴിയുന്നു എന്നൊരു ആശ്വാസം കൂടിയുണ്ട് പുതിയ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ.